അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ആദരണീയരും ബഹുമാന്യരുമായ ബഹൗദ്ദീൻ നദ്വി ഉസ്താദ് അവർകളെ, പ്രിയപ്പെട്ട ഷാഫി ഹാജി, പ്രിയപ്പെട്ട ഫൈസി വണമ്പള്ളി, പ്രിയപ്പെട്ട ഷെരീഫ്, സ്റ്റേജിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, ദാറുൽ ഹുദ വിദ്യാർത്ഥി യൂണിയൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത പരിപാടികളുടെ ഒരു സമാപനമാണ് ഇന്നിവിടെ നടത്തുന്നത്. ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് സ്വാഗത പ്രസംഗത്തിലും ആമുഖ പ്രസംഗത്തിലും അതിനുശേഷം ഉസ്താദിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിലും കൃത്യമായും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിൻ്റെയും അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെയും അതിലൂടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടായ മാറ്റങ്ങളുടെയും അതിലൊന്നും കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയുണ്ടായ നേതൃത്വപരമായ പങ്കിൻ്റെ അതിൻ്റെ വാഹകരെക്കുറിച്ചും ഇന്ന് അത് നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പരമ്പരയെക്കുറിച്ചും തൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹവും സൂചിപ്പിക്കുകയുണ്ടായി. 1947 രാജ്യം വിഭജിക്കപ്പെട്ടു. പാകിസ്ഥാനും ഇന്ത്യയുമായി മാറിയ രാജ്യത്ത് പാകിസ്ഥാനിലേക്ക് പോകാതെ നിന്ന മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് തന്നെ നിന്നതിൻ്റെ ഭാഗമായി ഒരു ഭരണഘടനയ്ക്കനുസരിച്ച് ജീവിക്കുകയും ഈ രാജ്യത്തു നിന്നുള്ള അവകാശങ്ങൾ ലഭിക്കുകയും വേണമെന്ന ചിന്ത സ്വാഭാവികമായും ഉണ്ടാകുക എന്നത് സംശയരഹിതമായ കാര്യമാണ്. ഇവിടെ ഉസ്താദ് പറഞ്ഞു, മദീന വിളംബരം ഉണ്ടായ കാര്യത്തെക്കുറിച്ചും അതിൽ പ്രതിപാദിച്ച കാര്യങ്ങളെക്കുറിച്ചും ലോകത്താദ്യമായി ഒരു ജനാധിപത്യ മതേതര ഭരണഘടന മൗലികാവകാശങ്ങളുടെ പൂർണ്ണമായ ഒരു ഭരണഘടന വിളംബരം ചെയ്തുകൊണ്ടാണ് ഇസ്ലാമിക പ്രത്യയശാസ്ത്രം ആരംഭിച്ചത് എന്ന് കൃത്യമായും അദ്ദേഹം സൂചിപ്പിച്ചു. ഇന്ത്യ രാജ്യം ഉണ്ടായി, ഭരണഘടന എഴുതിയുണ്ടാക്കി, ഒരു ജനാധിപത്യ മതേതര രാജ്യമായി ആരംഭിച്ചപ്പോൾ ഈ രാജ്യത്ത് നിന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നതോടൊപ്പം ഭരണഘടനയെ അനുശാസിക്കുന്ന മൗലികാവകാശങ്ങളും മറ്റെല്ലാ സൗകര്യങ്ങളും ലഭിക്കണം എന്നതിന് സംശയകരമില്ല എന്ന് നമുക്കറിയാം. ആ ഒരു സന്ദർഭത്തിൽ അതെങ്ങനെ ലഭിക്കുമെന്നിടത്ത് ജനാധിപത്യത്തിലൂടെ വരുന്നവർ ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന അവകാശങ്ങൾ, ആ അവകാശങ്ങൾ ഭരണകൂടത്തിൽ ലഭിക്കേണ്ടി വരുമ്പോൾ അതിനാവശ്യമായ ഒരു സംഘശക്തിയെ ഉണ്ടാക്കപ്പെടേണ്ടതുണ്ട് എന്ന ബോധ്യം ഇന്ത്യയിൽ നിലനിന്ന മുസ്ലിം സമുദായത്തിൻ്റെ നേതൃത്വപരമായ പങ്കുവഹിച്ചിരുന്ന ആളുകളടക്കമുള്ളവർക്ക് തോന്നുകയായിരുന്നു. സുപ്രധാനിയായ ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനും KM സിദ്ദീഖ് സാഹിബിനും അടക്കമുള്ള പ്രഗത്ഭരായ സൂഫിവര്യന്മാരായ ആളുകൾ, നേതാക്കന്മാർക്ക് ഈ രാജ്യത്ത് ആ ഭരണഘടന അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സംഘശക്തി ഉണ്ടാകണം എന്ന തോന്നലുണ്ടാകുകയും
അതിനനുസരിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടാക്കുകയും ചെയ്തു എന്നതാണ് നമുക്കറിയാവുന്ന കാര്യം. ഞാനത് വിശദീകരിക്കുന്നില്ല. അതുണ്ടാക്കുമ്പോഴും ഇവിടെ സൂചിപ്പിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കഴുതമലത്തിനെ ലോകത്തിൻ്റെ ഏത് മേഖലകളിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയാവുന്ന ഏത് പദവിയും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടും ഒരു മുസ്ലിം പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ സന്തോഷകരമായ ഒരു കാര്യമെന്ന് പറയപ്പെടാവുന്ന ഒരു വലിയ ഉത്തരവാദിത്തം എന്ന് ആ കാലഘട്ടങ്ങളിൽ പറയപ്പെടേണ്ടിയിരുന്ന സൗദി അറേബ്യയിലെ അംബാസിഡറായി നിയമിക്കാമെന്ന് വരെ പറഞ്ഞിട്ടും മുസ്ലിം ലീഗ് പിരിച്ചുവിടണം എന്ന് പറഞ്ഞപ്പോഴും മുസ്ലിം ലീഗ് പിരിച്ചുവിടാൻ കഴിയില്ല എന്ന് അദ്ദേഹം കൃത്യമായും പറഞ്ഞു. വീണ്ടും മുസ്ലിം ലീഗ് പിരിച്ചുവിടണം എന്ന് പറയുമ്പോൾ ഭരണഘടനയെ അനുസരിക്കുന്നുണ്ട്, അനുശാസിക്കുന്നുണ്ട്, നിങ്ങൾക്കെല്ലാ അവകാശങ്ങളും ഞങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കും, ഞാനതിന് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് നെഹ്റു പറയുമ്പോൾ ഈ ഭരണഘടനയും അതിൻ്റെ അനുശാസനങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് അത് നൽകുമെന്ന് പറയുന്ന ഉറപ്പ് നൽകുന്ന പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇരിക്കുമ്പോൾ അത് ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിലും നാളെ ഇന്ത്യയുടെ വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിക്കൊള്ളണമെന്നില്ല എന്നും ആ പ്രധാനമന്ത്രിമാരിൽ നിന്ന് മുസ്ലിംകളുടെ അവകാശങ്ങൾ ലഭിക്കാൻ സാധ്യതയില്ല എന്നും മനസ്സിലാക്കിക്കൊണ്ടു തന്നെ ഞങ്ങൾക്ക് ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ കഴിയുകയില്ല എന്നും വളരെ വ്യക്തമായും കായികമില്ലത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവോട് സൂചിപ്പിച്ചു. 1948 അത് പറയുമ്പോൾ ഇവിടെ ഒരു നരേന്ദ്രമോദി വരും എന്ന് കായികമില്ലത്തിന് അന്ന് ഓർമ്മയുണ്ടായിട്ടല്ല. ദീർഘവീക്ഷണത്തോടുകൂടി വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളടക്കമുള്ള പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വരാനിരിക്കാവുന്ന പ്രതിസന്ധികളെ കാണാൻ കഴിയുമായിരുന്ന ഒരു ദീർഘദൃഷ്ടിയുടെ ഭാഗമായി അദ്ദേഹം അത് പറയുമ്പോൾ ഇന്നത് ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നു എന്ന വസ്തുത നമുക്കറിയാം. ഞാനതിലേക്ക് പോകുന്നില്ല. ആ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടാക്കുമ്പോൾ കേരളമാണത് പരിപൂർണമായും, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യ അടക്കമുള്ള സംസ്ഥാനങ്ങളാണത് പരിപൂർണമായും ഏറ്റെടുത്തത്. ഉത്തർപ്രദേശിൽ നിന്ന് നവാബുമാരടക്കമുള്ള മുഴുവൻ ആളുകളും പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ എല്ലാവരും ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായപ്പോൾ ബ്രിട്ടീഷുകാരോട് പടവെട്ടി ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തിയ മാപ്പിളമാരടക്കമുള്ള മുസ്ലിങ്ങൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാവുകയായിരുന്നു. കേരളത്തിലെ മതവിജ്ഞാന രംഗത്ത്, അതിൻ്റെ പ്രബോധന രംഗത്ത്, സാമൂഹിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, നവോത്ഥാന രംഗത്ത് കടന്നു വന്ന ഒട്ടേറെ പ്രമുഖരായ ആളുകളുണ്ട്. പരക്കൽ മുല്ലക്കോയ തങ്ങളും മക്തി തങ്ങളും മമ്പുറം തങ്ങളും സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും അടക്കമുള്ള ആളുകൾ. അവിടെയൊക്കെ കാലഘട്ടങ്ങളുണ്ടായിരുന്നു. അതിനൊന്നും പരമ്പര പിന്നീട് ശേഷമുണ്ടായില്ല എന്ന വസ്തുത നമുക്കറിയാം. ചരിത്രം മനസ്സിലാക്കുകയും ചരിത്രം പഠിക്കുകയും ചരിത്രം പറഞ്ഞു കൊടുക്കാൻ അറിവ് നേടുകയും ചെയ്യുന്ന ഒരു തലമുറയാണ് നിങ്ങൾ. അവരിലൂടെയൊന്നും ആ പാരമ്പര്യം, ഒരു ഹൈറാർക്കി ഉണ്ടായില്ല എന്ന വസ്തുതയും നമുക്കറിയാം. ബഹുമാനനായ ഉസ്താദും ഷരീഫുമൊക്കെ ഇവിടെ സംസാരിക്കാനുള്ളത് കൊണ്ടാണ് ഞാനതിങ്ങനെ വിശദീകരിക്കാത്തത്. ആ ശ്രേണിയിലേക്ക് ബാഫക്കി തങ്ങളുടെ പ്രേരണയാൽ, ബാഫക്കി തങ്ങൾ കോൺഗ്രസ്സുകാരനായിരുന്നു. ബാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളും ഒന്നിച്ച് കോൺഗ്രസ്സുകാരനായി നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് ജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അതിനുശേഷം ആ പ്രസ്ഥാനത്തിൽ നിന്ന് മാറി മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുകയും
സമുദായത്തിൻ്റെ സംഘശക്തിയെ വളർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും അതിനാക്കം കൂട്ടുകയും ചെയ്തുകൊണ്ട് ആ കാലഘട്ടം വരെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തന രംഗത്ത് മുന്നിൽ രംഗത്ത് ദക്ഷിണാശാലികളായ ആളുകളുണ്ടായിരുന്നിടത്ത് നിന്ന് വിദ്യാഭ്യാസപരമായും ഔന്നത്യത്തിലുമൊക്കെ മുന്നിലുണ്ടായിരുന്ന ആളുകൾ അതൊരു ചുരുങ്ങിയ സംഘത്തിൻ്റെ ഭാഗമായി നിന്നപ്പോൾ അത് ജനകീയവൽക്കരിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്കിടയിലേക്ക് എത്തിപ്പിക്കുന്നതിന് വേണ്ടി ബാഫക്കി തങ്ങൾ ഉപയോഗപ്പെടുത്തിയ ഒരു ടൂളായിരുന്നു, അല്ലെങ്കിൽ അതിനെ ഒരു പ്രതിപാദനനായ വ്യക്തിത്വമായിരുന്നു പാണക്കാട് പൂക്കോയി തങ്ങൾ എന്നത്. സമുദായവും സമൂഹവും ഒന്നിച്ച് ഒരുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ തന്നെ അത്തരമൊരനിവാര്യമായ ഘട്ടത്തിൽ ഒരനിവാര്യമായ മേഖലകളിൽ ഉയർത്തിക്കൊണ്ട് വന്നുകൊണ്ട് ജനകീയവൽക്കരിക്കുകയാണ് ചെയ്തത്. ആ ജനകീയവൽക്കരണമാണ് ഒരു വലിയ മുന്നൊക്കം ഈ സംഘശക്തിക്ക് ബലമേകാൻ സാധ്യമായത് എന്ന് ആ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ കാലഘട്ടങ്ങളിലും പൂക്കോയി തങ്ങളുടെ കാലഘട്ടങ്ങളിൽ ആ പ്രസ്ഥാനത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ സമസ്ത കേരള ജമീയത്തുൽ ഉലമായുടെയും ഒക്കെ വളർച്ച അവരിലൂടെ തന്നെയായിരുന്നു എന്നതാണ് വസ്തുത. ആധ്യാത്മികതയും ആത്മീയതയും രാഷ്ട്രീയവും ഒന്നിച്ച് ഒരുപോലെ കൊണ്ടുപോവുകയും തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ പോലും ആ ആധ്യാത്മികത കർശനമായി പാലിക്കുകയും ആ പാലനത്തിലൂടെ സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും മുന്നിൽ ഉന്നതങ്ങളായ ഒരു ശ്രേണിയിൽ അവതരിക്കപ്പെട്ടുകൊണ്ട് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത അനിഷേധ്യനായ ഒരു നേതാവായി, നേതൃത്വമായി പാണക്കാട് പൂക്കോയി തങ്ങൾ വളരുകയായിരുന്നു. പാണക്കാട് പൂക്കോയി തങ്ങൾ പക്ഷേ അവിടെ അദ്ദേഹത്തിലെ തന്നെ അത് അവസാനിപ്പിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പരമ്പര മക്കളിലൂടെ ഈ സമൂഹത്തിനും സമുദായത്തിനും ഒരു തലമുറയെ കൈമാറ്റം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തൊട്ട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ വരെയുള്ള മുഴുവൻ ആളുകളെയും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അൽ-അസ്ഹറിൽ പോയി പഠിക്കാൻ ആ കാലഘട്ടങ്ങളിൽ തൻ്റെ മകനെ പറഞ്ഞയക്കുക എന്ന് പറയുന്നത് ആ പ്രയാസകരമായൊരു കാലഘട്ടത്തിൽ പോലും അൽ-അസ്ഹറിലേക്ക് തൻ്റെ മകനെ പറഞ്ഞയക്കുമ്പോൾ എത്ര ദീർഘദൃഷ്ടിയോടുകൂടി ആയിരിക്കണം, എത്ര കാഴ്ചപ്പാടോടുകൂടി ആയിരിക്കണം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. ഞാൻ സൂചിപ്പിച്ചത് ആ ഒരു തരത്തിൽ ഒരു ഹൈറാർക്കിയെ സമുദായത്തിന് സമൂഹത്തിന് നൽകാനുള്ള പ്രതിഭാധനത അല്ലെങ്കിൽ പ്രതിജ്ഞാബദ്ധമായ നിലപാട് ഉണ്ടാക്കിക്കൊണ്ട് അത് പ്രാവർത്തികമാക്കുകയായിരുന്നു ആ കുടുംബവും ആ പാരമ്പര്യവും ആ നേതൃത്വവും ആ ആദരണീയരായ നേതാക്കന്മാരും ചെയ്തുകൊണ്ടേയിരുന്നത്. അതാണ് നമ്മൾ ഈ സമൂഹവും സമുദായവും എന്ന് അനുഭവിക്കുന്നത്. പക്ഷെ അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് സമുദായം അംഗീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് ഈ സമൂഹത്തിനും സമുദായത്തിനും അതിൻ്റെ സംഘശക്തിക്കും വേണ്ടി ഏതറ്റം വരെ പോയാലും അത് സമുദായത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൻ്റെ മുമ്പിൽ ഒന്നിനും അടിയറവ് പറയില്ല എന്ന വ്യക്തമായ ബോധവും കാഴ്ചപ്പാടും ഈ സമൂഹത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത്, സാമൂഹിക രംഗത്ത്, സാമുദായിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ മേഖലകളിലും തൻ്റെ ജീവിതത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും പ്രസംഗത്തിലൂടെയും കാണിച്ചു കൊടുത്തുകൊണ്ടാണ് പൂക്കോയി തങ്ങൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മുന്നിൽ നിന്നത് എന്ന വ്യക്തമായ ബോധ്യം നമുക്കുണ്ട്. ഓരോ സംഭവങ്ങളും പറയാൻ തുടങ്ങിയാൽ ഒരുപാടേറെ സമയം അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരും. രാഷ്ട്രീയ രംഗത്താണെങ്കിലും ഭരണരംഗത്താണെങ്കിലും സമുദായത്തിനൊരു പ്രശ്നമാണ് വരുന്നതെങ്കിൽ ഒരു ചെറിയ നിസ്സാരമായ കാര്യമായിരിക്കാം. ആ നിസ്സാരമായ കാര്യമാണെങ്കിൽ പോലും അത് സമുദായത്തിൻ്റെ അന്തസ്സിനെയും അഭിമാനത്തെയും പോറിലേൽപ്പിക്കുന്ന തരത്തിലൂടെയുള്ള ഒരു പ്രവർത്തനമാണ് താനടക്കം പിന്താങ്ങുന്ന ഒരു ഭരണകൂടത്തിൽ നിന്നുണ്ടാകുന്നതെങ്കിൽ പോലും അത് അംഗീകരിക്കാൻ തയ്യാറാകാത്ത ധീരമായ നിലപാട് പൂക്കോയി തങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ കാര്യം മാത്രം ഞാൻ ഷെരീഫ് കഴിഞ്ഞ പൂക്കോയി തങ്ങളുടെ അനുസ്മരണ സമ്മേളനത്തിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളെല്ലാവരും പറഞ്ഞത് ഞങ്ങളൊക്കെ ഓർക്കുന്നു. ഞാനൊരൊറ്റ കാര്യം, ഭരണരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് ഇന്നൊരു പക്ഷേ അങ്ങനെ കഴിയില്ല. രാഷ്ട്രീയ രംഗത്ത് പൂക്കോയി തങ്ങളെടുത്ത് ഒരു നിലപാട്, എൻ്റെ പ്രദേശത്ത്, ഞാൻ ജനിച്ച പ്രദേശത്ത് ഒരാൾ തെങ്ങിൽ നിന്ന് വീണ് മരിക്കുകയാണ്.
ഒരാൾ തെങ്ങ് നിന്ന് രാത്രി തേങ്ങ ഇടാൻ കയറി തെങ്ങ് നിന്ന് വീണ് മരിച്ചു. രാവിലെ വന്ന് എൻ്റെ പിതാവിനോട് ആ കുടുംബത്തിൻ്റെ ആളുകൾ വന്ന് ചോദിച്ചു, ഇങ്ങനെ മരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ എന്ത് ചെയ്യണം? മറവ് ചെയ്യാൻ കൊണ്ടുപോവുകയാണ്, എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ വീട്ടുകാർക്ക് ആർക്കും പരാതിയില്ലെങ്കിൽ, ചുറ്റുപാടുള്ള ആൾക്കും പരാതിയൊന്നുമില്ലെങ്കിൽ നിങ്ങൾ മറവ് ചെയ്തോളി എന്ന് സ്വാഭാവികമായിട്ടും കാലഘട്ടങ്ങളിൽ പറഞ്ഞു. അത് 76 കാലഘട്ടങ്ങൾ, 75 കാലഘട്ടങ്ങൾ, ഇത് പൂക്കോയത്തങ്ങൾ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള വർഷത്തിലാണ് മറവ് ചെയ്യാൻ പറഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞ്, ദിവസങ്ങൾ കഴിഞ്ഞ് അതൊരു കൊലപാതകമാണ്, അതൊരു പിന്നെന്താണ് കൊന്നതാണ്, കൊല്ലിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അന്ന് അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരടക്കമുള്ള ആളുകൾ അതിന് മനോരമ പത്രം ഏറ്റവും വലിയ പ്രചാരണവും നൽകി. അങ്ങനെ അത് വലിയ വിവാദമായി, പ്രശ്നങ്ങളായി, പ്രയാസങ്ങളായി. അച്യുതമേനോൻ മുഖ്യമന്ത്രിയാണ്, കരുണാകരൻ ആഭ്യന്തരമന്ത്രിയാണ്, ആ മന്ത്രിസഭ മുസ്ലിം ലീഗ് പിന്താങ്ങുന്ന മന്ത്രിസഭയാണ്. ആ മന്ത്രിസഭ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിലാണ് ഈ മയ്യത്ത് മാന്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്, പുറത്തെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്, പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു വ്യാഴാഴ്ച രാവിലെ, ബുധനാഴ്ച വൈകുന്നേരം മലപ്പുറത്ത് നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന ഒരു ബസ്സിൽ 2 പോലീസുകാരിരുന്ന് പറയുന്നു, നാളെ വടക്കാങ്ങരയിലേക്ക് ഒരു മയ്യത്ത് മാന്തുന്നതിന് വേണ്ടി പോലീസ് പട്ടാളവും ഒന്നിച്ചു പോകുന്നുണ്ടോ എന്ന്. അത് കേട്ട KPA മജീദ് സാഹിബ് എന്ന ബസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം ആ വിവരം ഇവിടെ അറിയിച്ച് അവരെല്ലാവരോടും പ്ലാൻ ചെയ്ത് ആ മയ്യത്തിൻ്റെ മറവച്ചതൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി മയ്യത്ത് മാന്താനായി പിറ്റേ ദിവസം വലിയ പോലീസ് സന്നാഹത്തോടു കൂടി ഒരു ഗ്രാമീണ പ്രദേശത്തേക്ക് വരികയാണ്. പോലീസും പട്ടാളവും ഒക്കെ അവിടെ വന്ന് അവരുടെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് അവിടെ നിന്ന് ആളുകളോട് ഇതൊക്കെ പള്ളിയിലെ ഖബറിലേൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ ഒരു മനുഷ്യനും അങ്ങോട്ട് പോയതുമില്ല, ഒരു മനുഷ്യനോട് തിരിഞ്ഞു നോക്കിയില്ല, ആരും സഹായിച്ചുമില്ല, ആരും പോകാനോട്ട് അനുവാദവും ഉണ്ടായില്ല, ആരും അങ്ങോട്ട് പോയതേ ഇല്ല. പോലീസുകാർക്ക് സ്വന്തം കൊണ്ടുപോകേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് ആളുകളെ വിളിച്ചു ആ ഖബറ് കാണിച്ചു കൊടുക്കാൻ, ആരും ഖബറ് കാണിച്ചു കൊടുക്കാൻ പോയില്ല. അവസാനം അവർക്ക് തോന്നി പോലീസ് പള്ളിയിൽ മുക്രി ഉണ്ടാവുമല്ലോ, മുക്രി എന്തായാലും മയ്യത്ത് മറവ് ചെയ്ത് അവിടെ പോയി ഉണ്ടാവുമല്ലോ, മുക്രി ബാങ്ക് കൊടുക്കാൻ എന്തായാലും ഇവിടെ വരുമല്ലോ. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ വരുമ്പോൾ ആ മുക്രിയെ ബാങ്ക് കൊടുക്കുന്നത് കഴിഞ്ഞിട്ട് പിടിച്ചുകൊണ്ടിരിക്കാണ്ട് ആ മയ്യത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. മുക്രി അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഏത് മയ്യത്ത് ഖബറാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, 3 കാറും 3-4 ഖബറുകൾ ഒരുപോലെയുണ്ട്, അതുകൊണ്ട് ഏത് ഖബറ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. ഇയാളുടെ മക്കളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, അവരൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായി, അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പണി എന്നുള്ള നിലക്ക്. പിറ്റേന്ന് വെള്ളിയാഴ്ചയാണ്, വ്യാഴാഴ്ച അങ്ങനെ കഴിഞ്ഞു, പിറ്റേന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയാകുമ്പോൾ അന്ന് നിയമസഭ നടക്കുന്ന സമയമാണ്. ഇവരെല്ലാവരും എൻ്റെ വാപ്പയ്യ അന്ന് പെരിന്തൽമണ്ണ MLA ആണ്, ബിരാൻ സാഹിബ് മന്ത്രിയാണ്, ഒക്കെയാണ്. അവർ തിരുവനന്തപുരത്താണ്. വെള്ളിയാഴ്ച പള്ളി നടത്താൻ അയക്കൂല എന്ന് പോലീസ് പറഞ്ഞു. വെള്ളിയാഴ്ച പള്ളി നടത്താൻ അയക്കൂല, ഈ മയ്യത്ത് കാണിച്ചു തരാതെ, ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യാനായി ഖബറ് മാന്തി പുറത്തെടുക്കാൻ അയക്കാതെ വെള്ളിയാഴ്ച പള്ളി നടത്താൻ അയക്കൂല എന്ന് പറഞ്ഞു. ആ വിവരം വരെ തിരുവനന്തപുരത്ത് അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് പൂക്കോയത്തങ്ങളോട് ചോദിച്ചു, നാളെ എന്ത് ചെയ്യണം? പള്ളി നടത്താനയക്കൂല, ജുമാ നടത്താനയക്കൂല എന്നാണ് പറയുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഉടൻ പൂക്കോയത്തങ്ങളുടെ മറുപടി, പള്ളി നടക്കുന്നില്ലെങ്കിൽ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായി ഇരിക്കണ്ട എന്ന മറുപടി. കരുണാകരനോട് പോയിട്ട് ആഭ്യന്തരമന്ത്രി സ്ഥാനം വേണോ പള്ളി നടക്കണോ എന്ന് ചോദിച്ചോളൂ എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഒരു മന്ത്രിസഭ വേണോ വേണ്ടയോ എന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് തീരുമാനിക്കാം. ഈ പള്ളി നടക്കുന്നെങ്കിൽ ആ മന്ത്രിസഭ നാളെ ഉണ്ടാകണ്ട, ആഭ്യന്തരമന്ത്രി കരുണാകരനാകണ്ട, അച്യുതമേനോൻ മന്ത്രിയാകണ്ട, മുഖ്യമന്ത്രിയാകണ്ട, അതിലുള്ള മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരാകണ്ട എന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞപ്പോൾ എൻ്റെ വാപ്പയും ബിരാൻ സാഹിബും കരുണാകരൻ്റെ അടുത്ത് നിന്ന് ഇതുപോലെ വർത്താനം പറഞ്ഞു. പള്ളി നടക്കുന്നില്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയായി കരുണാകരൻ ഇരിക്കണ്ട എന്നാണ് പൂക്കോയത്തങ്ങളുടെ നിലപാട്, അതറിയിക്കാനാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞപ്പോൾ 11:30 മണിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പോലീസിന് വയർലെസ് മെസ്സേജ് വരികയാണ്, ആ മയ്യത്ത് മാന്തണ്ട, അവിടുന്ന് പോലീസ് പിരിഞ്ഞു പോകണം എന്ന്. ഞാൻ സൂചിപ്പിച്ചത് ഒരു രാഷ്ട്രീയ ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പ് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സമുദായത്തിൻ്റെ ഒരു അവകാശത്തെ നിഷേധിക്കുമ്പോൾ എത്ര ചെറുതാണെങ്കിലും അത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു ആർജവം
അത് സമുദായത്തിൻ്റെ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്നിടത്തായിരുന്നു. സമുദായത്തിൻ്റെ നിലനിൽപ്പിന് അപകടം വരുന്നിടത്തായിരുന്നു. ഈ വെള്ളിയാഴ്ച ജുമുഅ നടക്കുക എന്ന ഒരഭിമാനത്തെ തകർക്കുന്ന നിലപാട് താൻ ഉൾക്കൊള്ളുന്ന ഒരു മുന്നണിയുടെ ഭരണകൂടമാണെങ്കിൽ പോലും അത് നടക്കാൻ കഴിയില്ല എന്ന് പറയാനുള്ള ഒരാർജവത്തിൻ്റെ ഉടമയായിരുന്നു പാണക്കാട് പൂക്കോയ തങ്ങൾ എന്നത് ഇന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ സൂചിപ്പിച്ചത് സമുദായത്തിൻ്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യുമ്പോൾ അത് പാടില്ലെന്ന് പറയാനുള്ള ആ ധീരമായ നിലപാടിൻ്റെ ഭാഗമായി അത് പൈതൃകമായി തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്തുകൊണ്ട് ഇന്നും അത് നടത്തിക്കൊണ്ടേയിരിക്കുന്നു ആ മഹാരഥന്മാരായ ആളുകളുടെ പിൻഗാമികളായ നമ്മുടെ നേതൃത്വം. ആ ഒരു തരത്തിൽ മുന്നോട്ട് പോകുന്നു. സാമുദായികമായി, രാഷ്ട്രീയമായി, വിദ്യാഭ്യാസപരമായി എല്ലാ തരത്തിലും. അങ്ങനെ പറയും ഒരുപാടേറെ കാര്യങ്ങൾ ഒക്കെ പറയാനുണ്ട്. ബഹുമാനനായ ഫൈസി ഇവിടെ സംസാരിക്കാനുണ്ട്. ഏതായാലും ഈ പരമ്പരയുടെ പൈതൃകത്തിൻ്റെ ഹൈറാർക്കിയുടെ ഭാഗമായി സമുദായത്തിന്, സമൂഹത്തിന് അന്തസ്സാർന്ന ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള എല്ലാ സ്ഥായിയായ സംഘശക്തിയെയും സൃഷ്ടിച്ചെടുക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന ഒരു പരമ്പരയെ, പൈതൃകത്തെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ആ നേതൃത്വത്തിൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കുക എന്ന കടമ ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ക്ഷമയുടെയും ഒക്കെ മേഖലകളെ പിന്തുടർന്നുകൊണ്ട് ആ നേതൃത്വത്തിൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കുക എന്ന കർത്തവ്യം നിർവഹിക്കേണ്ടുന്ന ഏറ്റവും അനിവാര്യമായൊരു ഘട്ടവും കാലഘട്ടവുമാണ് ഇത് എന്ന ബോധ്യം ഉൾക്കൊള്ളുകൊണ്ട് അത് നാളെ തലമുറകളിലേക്ക് ഈ ചരിത്രത്തെ പകർന്നു കൊടുക്കാനും സമൂഹത്തിലേക്ക്, സമുദായത്തിലേക്ക് ഇതിൻ്റെ പാശ്ചാത്തലത്തെ അറിയിപ്പിച്ചു കൊടുക്കാനും നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന ബോധ്യപ്പെടുത്തലാണ് ബഹുമാനനായ നദീം ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചത്. ഹുദവികളായ ഈ സ്ഥാപനത്തിലെ സന്തതികളായി വരാനിരിക്കുന്ന നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടോ എന്ന് പറയുമ്പോൾ ഈ പൈതൃകത്തെക്കുറിച്ചുള്ള, അതിൻ്റെ നിധാനത്തെക്കുറിച്ചുള്ള, അതിൻ്റെ ബോധ്യത്തെക്കുറിച്ചുള്ള, അതിൻ്റെ വരാനിരിക്കുന്ന കാലഘട്ടത്തെ അനിവാര്യതയെക്കുറിച്ചുള്ള ആ ബോധ്യപ്പെടുത്തൽ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു ധീരമായ നിലപാടാണ് പ്രിയപ്പെട്ട ദാറുൽ ഹുദയിലെ വിദ്യാർത്ഥി യൂണിയൻ്റെ നേതൃത്വത്തിൽ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന സന്തോഷകരമായ ഈ സന്ദർഭത്തിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹദവാന അവനുൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.